ഹലോ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ബഡീസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ചിമ്മിനി ട്രക്കിംഗ് ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഏകദേശം ഒരു 7:15 ആയപ്പോഴത്തേനും ഞങ്ങൾ എൻട്രൻസ് പോയിന്റിലെത്തി. ഞങ്ങളോടൊരു 7:30 ആകുമ്പം എത്തണം എന്നാണ് പറഞ്ഞത് മോർണിംഗ്. അപ്പം കറക്റ്റായിട്ട് ഏകദേശം ടൈമിൽ ഞങ്ങൾ എത്തി. പിന്നെ ഈ പ്രോഗ്രാം ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇൻസ്റ്റാ റീൽസിലൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ഇങ്ങനെ ചിമ്മിനിയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്പറൊക്കെ എവിടെ നിന്നൊക്കെയോ തപ്പി കണ്ടുപിടിച്ച് വിളിച്ചു. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ 2 ടൈപ്പ് പ്രോഗ്രാമുണ്ട്. ഒന്ന് ക്ലൈമറ്റ് വാക്കിങ്ങും പിന്നെ ആംഫി വാക്കിങ്ങുമാണ് ഉള്ളത്. അപ്പം ക്ലൈമറ്റ് വാക്കിങ്ങിൽ വരുന്നത് 12 കിലോമീറ്ററാണ്. ആംഫി വാക്കിങ്ങിൽ വരുന്നത് 8 കിലോമീറ്റർ. ആംഫിയിൽ നമ്മൾ ഈ കൊട്ടവഞ്ചി കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ചിമ്മിനി ഡാം. ഇപ്പം മോർണിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഈ മലയും പിന്നെ മലയോട് പറ്റി പിടിച്ചിരിക്കുന്ന കോടമഞ്ഞും പിന്നെ അതിലെ വെള്ളവും പിന്നെ ഈ കൊട്ടവഞ്ചിയും അടിപൊളിയാണ്. ഞങ്ങളുടെ പ്രോഗ്രാമിൽ ആദ്യം കൊട്ടവഞ്ചിയല്ല, ആദ്യം ഞങ്ങൾ ഈ ഡാമിൻ്റെ സൈഡിലൂടെ ചേർന്ന് കാട്ടിലേക്ക് കയറും. എന്നിട്ടാണ് കൊട്ടവഞ്ചിയിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പം ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത് ഗൈഡ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേവിയിൽ നിന്ന് കുറച്ച് സ്കൂളിൽ പിള്ളേരെത്തി. അവരെ കൊട്ടവഞ്ചിയിൽ കയറ്റി അപ്പുറത്ത് സ്പോട്ടിലെത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പോസ്റ്റായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ സെലക്ട് ചെയ്ത പ്രോഗ്രാമിൻ്റെ പേര് ആംഫി വാക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അത് കൊട്ടവഞ്ചി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം ഇതിനകത്ത് മിനിമം നമുക്ക് 10 പേര് വേണം. ഇപ്പം ഒരാൾക്ക് 800 റുപ്പീസ് വെച്ചാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കൊട്ടവഞ്ചി കയറി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗൈഡ്സ് തിരിച്ചെത്തി. അവരെ നമുക്ക് ബ്രീഫായിട്ട് പറയുകയാണ് കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്. മെയിനായിട്ട് അവർ പറയുന്ന പ്ലാസ്റ്റിക് ഒന്നും കാട്ടിലിടരുത്. കാരണം ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഓരോരുത്തർക്കും ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് തന്നായിരുന്നു. അപ്പോൾ ഒന്നും കാട്ടിൽ കൊണ്ടുപോയി വലിച്ചെറിയരുത്, എല്ലാം തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താ പറയുക, ഒച്ച ഉണ്ടാക്കരുത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, സെപ്പറേറ്റായിട്ട് പോകരുത്, അങ്ങനത്തെ നിർദ്ദേശം. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത്. മൃഗങ്ങളെ കാണാൻ പറ്റുമോ, എങ്ങനെയാവും എന്നൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു അരുവി മുറിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ വന്ന വഴി എന്ന് പറഞ്ഞാൽ ടാറിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത വഴിയൊക്കെ കേട്ടോ. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാട്ടിലിങ്ങനെ വലിയ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴും. അപ്പം അതൊക്കെ ലേലത്തിനൊക്കെ ആയിട്ട് ലോറിയുടെ ആവശ്യമൊക്കെ വരും. അപ്പം അതിന് വേണ്ടിയാണ് ഇങ്ങനെ ടാറിട്ട വഴിയും കോൺക്രീറ്റ് ചെയ്ത വഴിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഈ അരുവിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി. ഞങ്ങളുടെ കൂടെ 3 ഗൈഡ്സ് ആയിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഒരാൾ ഫ്രണ്ടിൽ പോവും, ബാക്കി 2 പേര് ബാക്കിൽ വരും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും തന്നെ ആദിവാസികളാണ്. മോസ്റ്റ്ലി എല്ലാവരും തന്നെ ആദിവാസികളാണ്. അപ്പം അവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടാണ് ഇവിടെ ഗൈഡ്സായിട്ട് ഇരുത്തിയേക്കുന്നത്. കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പിന്നെ കയറി തുടങ്ങിയപ്പോഴത്തേനും പിന്നെ നമ്മുടെ ആ ലക്ഷറി ആയിട്ടുള്ള പാതയൊക്കെ അവസാനിച്ചു. ഇപ്പോൾ ടാറിട്ടതോ കോൺക്രീറ്റ് ആയിട്ടുള്ളതൊന്നുമില്ല. ഇപ്പം ഫുള്ള് കല്ലും മണ്ണും ഒക്കെയാണ്. അതേസമയം കാടിൻ്റെ ഭംഗി കൂടി വന്നു. പിന്നെ ഫ്രണ്ട്സും ടീമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ പറഞ്ഞിങ്ങനെ ആ മടുപ്പൊന്നും അറിയാതെ അങ്ങനെ പോയി തുടങ്ങി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഏരിയയിലും ഓരോ തരം കാഴ്ചകളാണ്. ചിലയിടത്ത് ഇങ്ങനെ വള്ളിയൊക്കെ പടർന്ന്, ചിലയിടത്ത് ഇങ്ങനെ അരുവി, പിന്നെ കുറച്ച് തിക്കായിട്ട്, അങ്ങനെയൊക്കെ വളരെ നല്ലൊരു അനുഭവം കേട്ടോ. പിന്നെ നമ്മൾ ഈ സഞ്ചരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ ഒരു വഴിയല്ല. കയറ്റമുണ്ട്, ഇറക്കമുണ്ട്.
ഞാൻ ആദ്യം വിചാരിച്ചത് ഫോറസ്റ്റിലൂടെ നടക്കുമ്പം ഈ നിരപ്പായ പ്രദേശമാണെന്നുള്ള രീതിയിലായിരുന്നു. അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. നമ്മൾ ഓരോ ട്രക്കിങ് ചെയ്യുമ്പോഴും ആ ഒരു ഏരിയയിൽ ഒരു നിധി ഒളിച്ച് കിടപ്പുണ്ട്. അങ്ങനത്തെ ഒരു നിധി നമുക്ക് ഇവിടെ കിട്ടി. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ നിധി. കാടിൻ്റെ നടുക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു കുഴിയും അതിലേക്ക് ഇങ്ങനെ വെള്ളം ചാടി വരുന്നൊരു കുളിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയാം. നല്ല തണുത്ത വെള്ളവും ആ കുഴി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു പൂള് പോലെ തന്നെ, ഒരു റൗണ്ട് പൂള് പോലെ, ഒരു രക്ഷയില്ലാത്ത ഭംഗി കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡ്രസ്സൊക്കെ ഉരുവച്ച് കുളിച്ചു, ശരിക്കും കുളിച്ചു, അവിടെ എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു ഹിഡൻ ജെമ്മെന്ന് തന്നെ പറയാം ഈ ഒരു ഏരിയ. ഫോറസ്റ്റിനുള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുക, ആരും അങ്ങനെ നശിപ്പിക്കാതെയും അതിൻ്റെ തനി ഭംഗിയോടെ തന്നെ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ വീണ്ടും കാടിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ വീണ്ടും സഞ്ചരിച്ചു തുടങ്ങി കേട്ടോ. ഉള്ളിലേക്ക് കയറും തോറും കാടിൻ്റെ ഭംഗി കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ മൃഗങ്ങളുടെ ഒച്ചയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാം. അങ്ങനെ കുറച്ചെത്തിയപ്പോൾ ഞങ്ങൾ ഒരു മാൻ്റെ എല്ലും പല്ലൊക്കെ കണ്ടു. ഏതോ ജീവി ആക്രമിച്ച് കൊന്നതാണ്. മോസ്റ്റ്ലി ഞങ്ങൾ ഈ റിസർവ് ഡാമിൻ്റെ ചുറ്റുമാണ് നമ്മൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ നല്ല വർത്തമാനമൊക്കെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെയൊന്നും അധികം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഈ കാണുന്ന സ്ഥലമാണ് സ്ഥിരമായിട്ട് ആനകൾ വരുന്നത്. ആനകളുടെ ഒരു മെയിൻ സ്പോട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്ത് കുറച്ച് നേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കയ്യിലെ വെള്ളവും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അതുപോലെ നല്ലൊരു ട്രക്കിംഗ് ഷൂ നമ്മൾ വാങ്ങി കാലിലിടുന്നത് വളരെ ഉപകാരമാണ്. കാരണം അതിന് കട്ടിയേറിയ സോൾസും ഹാർഡ് സോളൊക്കെയാണ്. അപ്പം ഒരു കല്ലിടിച്ചാൽ ഒന്നും നമ്മുടെ കാലിനൊന്നും പറ്റില്ല. കാലിനൊരു പ്രൊട്ടക്ഷൻ, ഒരു കംഫോർട്ടിനൊക്കെ ട്രക്കിംഗ് ഷൂ വളരെ ഉപകാരപ്പെടും. അങ്ങനെ ഞങ്ങൾ കുന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ കൊട്ടവഞ്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊട്ടവഞ്ചി വന്ന് ഞങ്ങളങ്ങനെ തിരിച്ചങ്ങ് പോവുകയാണ്. എല്ലാവരും തന്നെ മടുത്തു, എല്ലാവരും തന്നെ നല്ല ക്ഷീണിച്ചു. ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു മട്ടൊക്കെയായി. കൊട്ടവഞ്ചിയിലിങ്ങനെ സുഖമായിട്ടിങ്ങനെ ഇരുന്ന് എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. നമ്മൾ ആദ്യം കണ്ടൊരു സ്പോട്ടില്ലേ, ആ സ്പോട്ടിലേക്കാണ് നമ്മൾ തുഴഞ്ഞങ്ങ് പോകുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ അങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ നടത്തം ഒരുപാടുണ്ട്. പിന്നെ അവസാനമായപ്പോൾ കൊട്ടവഞ്ചി ഒന്ന് ശരിക്കും പുള്ളി ഒന്ന് കറക്കി. നല്ലൊരു കറക്കമായിരുന്നു. ഞങ്ങളെല്ലാവരും കണ്ണടച്ചങ്ങനെ ഇരുന്നു. അതും ഒരു അഡ്വഞ്ചറസ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വയ്യ കാറിലൊക്കെ കയറി തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. ബൈ.